ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകാനൊരുങ്ങുകയാണ് വിജിലൻസ്. സ്വർണ്ണക്കടത്ത് ബന്ധത്തിലടക്കം PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന കണ്ടെത്തലിലേക്ക് എത്തുകയാണ്. കവടിയാറിലെ വീട് നിർമ്മാണത്തിലും ക്രമക്കേടില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. വിജിലൻസിന്റെ നീക്കത്തിൽ CPIക്ക് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. അതേസമയം അന്വേഷണം പ്രഹസനമാണെന്ന് തെളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് PV അൻവർ പ്രതികരിച്ചു. പ്രതികരണങ്ങൾ കാണാം. അല്ല, നമ്മളൊരു അന്വേഷണത്തെക്കുറിച്ച് എങ്ങനെയാണ് ഇപ്പോൾ അവരെടുത്തൊരു നിലപാടിനെ കുറിച്ച് അഭിപ്രായം പറയുക? അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ ആ ഘട്ടങ്ങളിൽ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട്. ആ വിധത്തിലുള്ളൊരു കളങ്കം നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യവും ചർച്ച ചെയ്തിട്ടുണ്ട്. അന്വേഷണങ്ങളുടെ ഫലത്തെ നമുക്ക് ഇഷ്ടപ്പെട്ടതായാലും ഇല്ലെങ്കിലും അത് ചിലപ്പോൾ അംഗീകരിക്കേണ്ടി വരും. ഏതെങ്കിലും വിധത്തിൽ അതിനെ മറികടക്കേണ്ടി വരുന്ന വിധത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് കാണേണ്ടി വരും. ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് ശരിയായ കാര്യമായിരിക്കില്ല. അജിത് കുമാറിന് എതിരായി നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായതിൻ്റെ പേരിലും പൊതുസമ്മർദ്ദം ഉണ്ടായതിൻ്റെ പേരിലും മാത്രം നടത്തിയ ഒരു പ്രഹസനമായിരുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തോട് കമ്മിറ്റഡാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അദ്ദേഹം RSS നേതാക്കളെ കണ്ടത്. അത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അല്ല, MR അജിത് കുമാറിൻ്റെ കേസിൽ മാത്രമല്ല, എല്ലാവർക്കും ക്ലീൻ ചെയ്തിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതൊരു നെക്സസ് ആണ്. ഈ ഒരു നെറ്റോറിയസ് ക്രിമിനൽ സംഘമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അജിത് കുമാറിൻ്റെ അന്വേഷണം അങ്ങനെയല്ലേ വരുള്ളൂ. മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നടത്തിയ എന്താ പറയുക പത്രസമ്മേളനത്തിന് അന്നെന്താ പറഞ്ഞത്? അജിത് കുമാർ ഏറ്റവും നല്ല ഓഫീസറാണ്, അജിത് കുമാറിന് ഒരു കുഴപ്പമില്ല, ഒരൊറ്റ ഡോക്യുമെൻറ്റ്സ് മതി ഈ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ. അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു 33,80,000 രൂപയ്ക്ക്, പെയ്ഡ് ബൈ ക്യാഷ്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പൈസ ആധാരത്തിൽ ഒഫീഷ്യലായി കാണിക്കാതെ ഒരു ആധാരം നടക്കുന്നത്. റിനു ശ്രീധരുണ്ട് വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ അജിത് കുമാറിനെതിരെ നടന്നിരിക്കുന്ന മുഴുവൻ അന്വേഷണങ്ങളിലും അദ്ദേഹം പൂർണ്ണമായും തെറ്റുകാരനല്ല എന്ന കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിക്കഴിഞ്ഞോ? അങ്ങനെയെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എപ്പോഴായിരിക്കും? എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വിവരം? സ്മൃതി, DGP പദവിയിലേക്ക് ADGP MR അജിത് കുമാർ ഉയരാൻ പോകുന്ന 6 മാസത്തിനകം ആ ഒരു DGP പദവി MR അജിത് കുമാറിന് ലഭിക്കുകയും ചെയ്യും. നിലവിൽ അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നേരിടുന്ന സാഹചര്യമാണ്. ഈ വിജിലൻസാണ് ഇപ്പോൾ ക്ലീൻ ചീറ്റ് നൽകുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിലാണ് ADGP MR അജിത് കുമാറിനെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളും ഒപ്പം അന്വേഷണവും പുരോഗമിക്കുന്നത്. കവടിയാറിലെ സ്വത്ത് സമ്പാദനമടക്കം വീട് നിർമ്മാണം അടക്കം വിജിലൻസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന്റെ വിജിലൻസ് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ 2 ആഴ്ചയ്ക്കകം വിജിലൻസ് ഈ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ട് ഉള്ളതായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മറ്റൊരു തെളിവുകളും കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ വിജിലൻസ് തയ്യാറെടുക്കുന്നത്. അതായത് റിപ്പോർട്ട് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള രേഖകൾ, അദ്ദേഹത്തിന്റെ ലോൺ എടുത്താണ് അദ്ദേഹം ഈ വീട് നിർമ്മാണത്തിലേക്ക് പോയിരിക്കുന്നത് എന്നടക്കമുള്ള രേഖകൾ കൃത്യമായി ADGP MR അജിത് കുമാർ വിജിലൻസിന് മുൻപിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒപ്പം PV അൻവറാണ് വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ച രംഗത്തെത്തിയത്. പക്ഷേ ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ADGP MR അജിത് കുമാറിന്റെ ഒരു തെളിവുകളും നൽകുവാൻ വേണ്ടി ഇദ്ദേഹത്തിന് തയ്യാറായില്ല, MLAക്ക് തയ്യാറായില്ല, കഴിഞ്ഞില്ല എന്നതടക്കമുള്ള കാര്യമാണ് ഇപ്പോൾ വിജിലൻസ് വിമർശനമായി ഉന്നയിക്കുന്നത്. ഒപ്പം ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ DGP പദവിയിലേക്ക് എത്തുന്നതിന് എളുപ്പമാർഗമാകും എന്നുള്ളത് യാതൊരു തടസ്സവുമില്ല. ഈ 6 മാസത്തിന് അകത്ത് അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള FIR രജിസ്റ്റർ ചെയ്യുകയോ അന്വേഷണ റിപ്പോർട്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ അതെതിരാണെങ്കിൽ ഈ DGP പദവിയിലേക്ക് എത്തുക അത്ര എളുപ്പമാകില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധർ അടക്കം പറയുന്നത്. പക്ഷേ ഈ രീതിയിൽ ADGP MR അജിത് കുമാറിനെതിരെ ക്ലീൻ ചീറ്റ് നൽകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ DGP പദവിയിലേക്ക് എത്താനുള്ള എളുപ്പ വഴി അതുമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സ്മൃതി.